കൊട്ടാരക്കര നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത യജ്ഞത്തിൻ്റെ ഭാഗമായി മാലിന്യമുക്ത കൊട്ടാരക്കര പ്രഖ്യാപനം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. താലൂക്ക് ഹോസ്പിറ്റൽ അങ്കണത്തിൽ നിന്ന് തുടക്കം കുറിച്ച ഫ്ലാഷ് മോബ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളിൽ മാലിന്യമുക്ത കൊട്ടാരക്കര പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഹരിതകർമ്മസേന അംഗങ്ങളും കോളേജ് കുട്ടികളും കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി. ഒക്ടോബർ മാസം 2-ാം തീയതി കേരളത്തിലെ ആദരണീയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഈ മാസം 30 കോടി പരിശ്രമത്തിലേക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാലിന്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ആദ്യകാലത്ത് വളരെ ലാഘവ ബുദ്ധിയോടെ നമ്മൾ കൈകാര്യം ചെയ്ത വിഷയം ഇന്ന് സമൂഹത്തെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ആശുപത്രി കോമ്പൗണ്ടിൽ പറയേണ്ടതില്ല. പല രോഗങ്ങൾക്കും കാരണമായത് ഈ മാലിന്യം തന്നെയാണ്. കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ മാലിന്യം മറിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ചിലവരുടെ ഒരു ശീലമായിരുന്നു. എന്നാൽ ഇത് വളരെ ഭയാനകമാം വിധം വളർന്നപ്പോഴാണ് സർക്കാരോ ബന്ധപ്പെട്ട ഏജൻസികളൊക്കെ തന്നെ ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തുകയും അതിൻ്റെ ഫലമായി ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ആദ്യം ജൈവമാലിന്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. ആ ജൈവമാലിന്യത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായ മെഷീനറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സംസ്കരണം അപ്രാപ്യമായതിനാൽ ഉറവിടത്തിൽ തന്നെ ആ മാലിന്യം സംസ്കരിക്കണം തീരുമാനിച്ചു. അതിനാവശ്യമായ സഹായങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുകളും യഥേഷ്ടം നൽകി. പിന്നീട് അതിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി. അപ്പോഴാണ് അജൈവ മാലിന്യത്തെ സംബന്ധിച്ചുള്ള ചർച്ച വരികയും പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന എന്നൊരു വിഭാഗത്തെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഓരോ വാർഡിലും 2 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സേന തന്നെ രൂപീകരിച്ചു. ആ സേനയുടെ ഫലമായി ഇന്ന് പ്ലാസ്റ്റിക് ഒക്കെ തന്നെ പൂർണ്ണമായും തന്നെ നിരോധിക്കാൻ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു പരിസമാപ്തി കുറിച്ചേ മതിയാവും. ആദ്യം ബോധവൽക്കരണം ആയിരുന്നെങ്കിൽ ഇന്ന് ശിക്ഷണ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് 10,000 രൂപയാണ് കുറഞ്ഞ ഫൈനായി ഇമ്പോസ് ചെയ്യുന്നത്. ആർക്കും ഫൈൻ ഇമ്പോസ് ചെയ്യണമെന്ന് നഗരസഭയ്ക്കോ മറ്റ് ഏജൻസികൾക്കോ ഒരു ആഗ്രഹവുമില്ല. പക്ഷേ നിയമം പരിപാലിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇനി ബോധവൽക്കരണം കൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ടെത്തിയാണ് ഇത്തരത്തിൽ ഫൈനുകളിലേക്ക് പോയത്. പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള പ്രതിരോധങ്ങളൊക്കെ വരുന്നെങ്കിലും സർക്കാർ നിശ്ചയിച്ച നിയമാവലിക്കുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഒക്ടോബർ മാസം 2-ാം തീയതി ആരംഭിച്ച ഈ പദ്ധതി ഈ മാസം 30 കോടി പരിസമാപ്തി കുറിക്കുകയാണ്. ഈ മാസം 30-ാം തീയതി കൊട്ടാരക്കര മർത്തോമ ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആണ് ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കുക. അന്നേ ദിവസം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ പ്രോഗ്രാം ഉണ്ടാകും. അതിനുശേഷമാണ് കൊട്ടാരക്കര നഗരസഭ പൂർണ്ണമായും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. ഒരുപക്ഷെ 100% മുക്തമാക്കാൻ കഴിഞ്ഞു എന്നൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും ഏതാണ്ട് ഒരു 80% വരെ നമുക്കിത് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന ഉത്തമ വിശ്വാസമാണ് നഗരസഭയ്ക്കുള്ളത്. അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങൾക്കുള്ളത് പൂർത്തിയാക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഫ്ലാഷ് മോബാണ്. അതൊരു പ്രചരണാർത്ഥം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര SG കോളേജിലെ NSSൻ്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അതോടൊപ്പം നഗരസഭയുടെ ഹരിതകർമ്മസേനയുടെ ടീമുണ്ട്. ഇവരെ ഉപയോഗിച്ച് കൊട്ടാരക്കര നഗരസഭയിലെ പല ഭാഗങ്ങളിലും ഇന്നേ ദിവസം ഇതിൻ്റെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് നടത്തുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്തവർ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഇതിൽ പങ്കാളിയാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നഗരസഭാ തല ഫ്ലാഷ് മോബ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും നമ്മൾ മാലിന്യം എവിടെ കണ്ടാലും അതിന് പിഴ ഈടാക്കുമെന്നുള്ള ആ ഒരു എല്ലാവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സംരംഭം എല്ലാവരും തുടങ്ങണം. ഇനിയും അങ്ങനെ ഒന്നും ആവരുത് എന്നുള്ളൊരു പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഈ കേരളത്തിൻ്റെ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഇത്തരം ഒരു ക്യാമ്പയിൻ നടത്തി അനിവാര്യമായിട്ടുള്ളൂ. ഞങ്ങളൊക്കെ തലമുറയ്ക്ക് അറിയാം. അതായത് ഒഴുകി വരുന്ന പുഴയിൽ നിന്നും വയലിൽ നിന്നും വെള്ളം കോരി കുടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടുന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും കടന്നുകൂടി നമ്മളെ പുഴയും ഇതുമെല്ലാം
വളരെ മലിനവസപ്പെട്ട ഒരവസ്ഥയിലെത്തി. ബോധവൽക്കരണം കൊണ്ട് പ്രയോജനമില്ലാത്തതുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് മുനിസിപ്പാലിറ്റി പോകാൻ ഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളെ വീട്ടിലെ മാലിന്യങ്ങൾ ഓടത്തിൽ സംസാരിക്കുകയും നമ്മൾ കുടിക്കുന്ന ബോട്ടിൽ വെള്ളം വലിച്ചെറിയാതിരിക്കുകയും ഒക്കെ ചെയ്യാം. പണ്ട് നമ്മളുടെയൊക്കെ കൊട്ടാരക്കരയുടെയൊക്കെ ഒരു രീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊട്ടാരക്കരയല്ല, കേരളത്തിലെ എല്ലാ നഗരങ്ങളുടെയും. ഇപ്പോൾ നമ്മൾ ചുറ്റും ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മതി, ഇവിടുത്തെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ വൃത്തിയുള്ള നമ്മുടെ കേരളം വിഭാവനം ചെയ്യുന്ന മാലിന്യമുക്ത ഹരിത കൊട്ടാരക്കര എന്നുള്ള സ്വപ്നം പൂവണിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. വീടുകളിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരണം. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ചെയർമാനോടുള്ള നന്ദി അറിയിക്കുന്നു. വൈസ് ചെയർപേഴ്സൺ സുഷമ ചേച്ചി അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിക്കാമെന്ന സാറോടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആശ ടീച്ചറുടെ നേതൃത്വത്തിൽ NSSൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൊട്ടാരക്കരയുടെ ഒരു അംബാസഡർമാരാണ് നിങ്ങൾ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിലെ കുട്ടികൾ. കാരണം എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഇല്ലാതെ നമ്മളുടെ ഒരു സംഭവം പൂർണ്ണമാവില്ല എന്നുള്ളൊരു നിലയിലാണ്. ബോധവൽക്കരണത്തിലൂടെ ഒട്ടനവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടും മാലിന്യം മറിച്ചെടുക്കുക അറിയുക ഉൾപ്പെടെയുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് ഇവിടെ നടന്നത്. ഇതിൽ ഫ്ലാഷ് മോബ് നടത്തിയത് ST കോളേജിലെ പ്രിയമുള്ള NSSൻ്റെ വോളണ്ടിയേഴ്സും അതോടൊപ്പം നഗരസഭയുടെ ഹരിതകർമ്മസേന പ്രവർത്തകരുമാണ്. ഈ ബോധവൽക്കരണം ഈ മാസം 30 ഇത് പരിസമാപ്തി കുറിക്കുകയാണ്. ശക്തമായ ശിക്ഷണ നടപടികളാണ് മാലിന്യം വലിച്ചെറിയുടെ നമ്മുടെ സർക്കാർ നടപ്പാക്കുന്നത്. കുറഞ്ഞ 10,000 രൂപയാണ് ശിക്ഷയായിട്ട് വിധിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിരിക്കും ശിക്ഷകളുടെ നടപടികൾ. തീർച്ചയായിട്ടും ഇനി ഒരു ബോധവൽക്കരണം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്കായി നിങ്ങൾ ഓരോരുത്തരും പങ്കാളിയാവണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഫ്ലാഷ് ഗ്രൂപ്പിൻ്റെ സമാപന യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.